കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ദുരൂഹതകൾ കലൂർ സ്റ്റേഡിയത്തിലുണ്ട്. 2010 നിർമ്മിച്ച റൂഫ് 2019 വരെ യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും ചെയ്യാതെ അപകടാവസ്ഥയിലാണ്. ഒരു പക്ഷേ ഇവിടെ ഒരു അപകടം നടന്നെങ്കിൽ ഈ 200 പേര് ഇവിടെ മരണപ്പെടും. കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അതിന് കൂട്ടുനിന്നിരിക്കുന്നത്. നമസ്കാരം. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കലൂർ സ്റ്റേഡിയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഞെട്ടിക്കുന്ന അന്താരാഷ്ട്ര അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ച് ദൃശ്യങ്ങളിൽ കൂടി മനസ്സിലാക്കാം. മഴയത്ത് കൊച്ചി സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്നവർക്ക് നല്ല രീതിയിലൊരു വെള്ളച്ചാട്ടവും ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നാളെ മഴയാണെങ്കിൽ എല്ലാവരും കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് പോര്. സൂപ്പർ വൈബാണ്. ടോയ്ലറ്റുകളെല്ലാം തന്നെ ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ളതാണ്. ഇതിൻ്റെ ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം കൊണ്ട് ചാടി പോകാൻ പറ്റത്തുള്ളൂ. നോക്കി പോയിക്കാന്നുണ്ടെങ്കിൽ പണി കിട്ടും. മലിനജലമാണ് ഈ കെട്ടിക്കിടക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പൊളി വടക്കൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പൊതുപ്രവർത്തകൻ കൂടിയാണ്. ഒരുപാട് നാളായിട്ട് GCDAക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ്. നമ്മൾ ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതാണോ അന്താരാഷ്ട്ര നിലവാരമുള്ള ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്ന് ആരും ചോദിച്ച് മൂക്കത്ത് വിരൽ വെക്കും. എന്താണ് കണ്ടത്? കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ദുരൂഹതകൾ കലൂർ സ്റ്റേഡിയത്തിലുണ്ട്. മാധ്യമപ്രവർത്തകരെ ഒരു കാരണവശാലും അതിനകത്തോട്ട് കയറ്റാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ, കഴിഞ്ഞ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിന് ഞാൻ സ്റ്റേഡിയത്തിനകത്ത് കയറിയപ്പോൾ ആ ദൃശ്യങ്ങൾ ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടത്? ഒന്ന്, ഞാൻ അകത്തോട്ട് ഗാലറിയിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ വെള്ളക്കെട്ടാണ്. അതുമാത്രമല്ല, കയറിപ്പോണ പാസേജിൽ ഇരുട്ടാണ്, ഫുള്ളായിട്ട് വെളിച്ചമില്ല. അതിനകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ കാണുന്ന സീനം, തലേ ദിവസം പെയ്ത മഴയിൽ സീറ്റിലെല്ലാം നിറച്ച് വെള്ളമാണ്. അപ്പോൾ അത് കുണ്ടി വെച്ചിങ്ങനെ ഇരുന്ന് തുടച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം പോയി. എന്നാലും നനഞ്ച് അവിടെ ഇരുന്ന് കളി കണ്ട് ഗതികേട് വന്നു. ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ റൂഫ് അപകടാവസ്ഥയിലാണെന്ന് 2019 ഓഡിറ്റ് റിപ്പോർട്ടിൽ വിവരാവകാശ രേഖകൾ പ്രകാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, 2010 നിർമ്മിച്ച റൂഫ് 2019 വരെ യാതൊരു തരത്തിലുള്ള മെയിൻ്റനൻസും ചെയ്യാതെ അപകടാവസ്ഥയിലാണ്.
അതുകൊണ്ട് തന്നെ റൂഫിൽ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഒരു കാരണവശാലും കാണികളെ അനുവദിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് GCD തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടത്, ഞാനവിടെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ഇരിക്കുന്നു. അതിൻ്റെ മുകളിലത്തെ ഏറ്റവും എവിടെയാണ് കയറാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആരാധകർ കയറിയിരുന്നു. ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന സാധനമാണ് ഇത്. ഞാൻ കളക്ടർക്ക് ഡയറക്റ്റ് പരാതി കൊടുത്ത് കഴിഞ്ഞ വർഷം കൃത്യമായിട്ട് പറഞ്ഞിട്ട് എല്ലാ വിഭാഗങ്ങളുടെയും NOC വാങ്ങിച്ചിട്ട് മാത്രമേ കാണികൾ അകത്ത് കയറ്റാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കളി കഴിഞ്ഞതിന് ശേഷം ഈ കാണികൾ താഴെ ഇറങ്ങി ഫയർ ഇവാക്വേഷൻ ഏരിയ മൊത്തം പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ ഇറങ്ങിയിരിക്കുന്ന 100-200ഓളം വരുന്ന കാണികൾക്ക് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. അവസാനം അവിടെ ഇരുന്ന ഒരു ലാഡർ വെച്ചിട്ടാണ് 200ഓളം കാണികൾ ഈ ഒരു ലാഡർ വഴിയാണ് സെക്കൻഡ് ഫ്ലോർ വരെ കയറി അവർ വേറെ വഴിയിലൂടെ പുറത്തേക്ക് പോയത്. ഒന്നാലോചിച്ച് നോക്കുക, ഏതെങ്കിലും രീതിയിലൊരു തീപിടുത്തമോ അതുമായി ബന്ധപ്പെട്ട ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ദുരന്ത നിവാരണയുടെ തലവൻ കളക്ടർ പോലും നോട്ടീസ് ഡയറക്റ്റ് അയച്ചിട്ടും അതിനൊരു പുല്ല് വില പോലും കൽപ്പിക്കാതെ ഈ 200 പേരും ഒരു പക്ഷേ ഇവിടെ ഒരു അപകടം നടന്നെങ്കിൽ ഈ 200 പേരും ഇവിടെ മരണപ്പെടും. ആ വിഷ്വൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വിഷ്വലൊന്ന് കണ്ടു നോക്കുക. ആ കാണുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. അതായത് ആ ഗേറ്റ് തുറക്കാൻ കഴിയുന്നില്ല, അവരല്ലാതെ തള്ളി തുറക്കാൻ നോക്കുന്നുണ്ട്, ബഹളം വെക്കുന്നുണ്ട്. അവസാനം അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ആ ലാഡർ ഉപയോഗിച്ചാണ്. അത് തന്നെ നമുക്ക് കാണാം. അതുകൂടാതെ അവിടെ ഈ തീപിടുത്തത്തിന് സാധ്യതയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ കൂട്ടിയിട്ടപ്പോണ്ടായിരുന്നു അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ പുറത്തുനിന്നുള്ള ഗ്രില്ലുകൾ പൂട്ടിയിട്ടപ്പോൾ ഞാൻ അവിടെ എല്ലാം പോയി. ഇതെല്ലാം ഫയർ ഇവാക്വേഷൻ ഏരിയയാണ്. 180 സെക്കൻഡുകൾ കൊണ്ട് 60,000 കാണികൾ പോകുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻ്റർനാഷണൽ നിലവാരമെന്ന് ഒരു സ്വകാര്യ ചാനൽ ഉടമ ഇവിടെ മെയിൻ്റനൻസ് ചെയ്യാൻ വന്നപ്പോൾ തള്ളി മറിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ഈ തള്ളി മറിച്ച സമയത്ത് അതിനെല്ലാം ഒത്താശം ചെയ്ത് കൂട്ടുനിന്നത് GCD ചെയർമാനും അതുപോലെ തന്നെ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്. കാരണം കൈക്കൂലി വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അതിന് കൂട്ടുനിന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഏത് സമയത്തും അപകടം സംഭവിച്ചാൽ പുറത്തു പോകുന്ന എല്ലാ വഴികളും ഇവർ അടച്ചുകെട്ടി. അത് തന്നെ ഏറ്റവും വലിയൊരു വയലേഷനാണ്. 2, ഒരുപാട് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. 3, എനിക്ക് വിവരാശ രേഖകൾ പ്രകാരം തന്നിരിക്കുന്നത് പ്രകാരം ഹോട്ടലുകളുടെ ഗ്യാസ് സിലിണ്ടറെല്ലാം അവിടെ വെച്ച് തന്നെ അകത്ത് വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അടുത്തത് ഞാൻ പോയി ഷൂട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ തീപിടുത്തത്തിന് സാധ്യതയുള്ള പെയിൻറ്റ്, തിന്നർ, വേസ്റ്റ് മൊത്തം ഈ സ്റ്റേഡിയത്തിനകത്ത് കൂട്ടിയിട്ടിരിക്കുക. ഏത് സമയത്തും ഒരു തീപിടുത്തം ഉണ്ടായാൽ ഈ പറയുന്ന കാണികളിൽ എത്ര പേര് മരണപ്പെടും? ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് കളക്ടറാണ്. ദുരന്ത നിവാരണ സേനയുടെ തലവൻ കളക്ടറാണ്. അദ്ദേഹം പോലും നിസ്സംഗത പാലിക്കുന്നുണ്ടെങ്കിൽ ഊഹിക്കുക എന്തായിരിക്കും കാരണം അങ്ങനെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2019 മുതൽ ഇത്തരം കാര്യങ്ങൾക്ക് സ്ഥിരമായിട്ട് പരാതി കൊടുത്ത് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ കളക്ടർ നേരിട്ട് പോയി കണ്ട് ഡെപ്യൂട്ടി കളക്ടർ ചുമതല ഏൽപ്പിച്ചിട്ട് ഡെപ്യൂട്ടി കളക്ടർ നേരിട്ട് എല്ലാ ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചിട്ട് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരാൾ പോലും ഇതുപോലെ പ്രശ്നങ്ങൾ നടന്നിട്ട് അതിന് നടപടിയെടുക്കുന്നില്ല. നിങ്ങളൊന്ന് ഈ വീഡിയോ എല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഇവിടെ എന്തുമാത്രം അഴിമതിയാണ് നടക്കുന്നതെന്ന്. ഞാൻ മോളിൽ കയറി ഒന്ന് ബാത്റൂമിൽ പോകാൻ പോയി ഇൻ്റർവെല്ല് സമയത്ത്. ആ സമയത്ത് ഫുള്ള് ഇരുട്ട്. ഓരോ ടോയ്ലറ്റിലും പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. ഒരു ടോയ്ലറ്റ് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ യൂറിൻ പാസ് ചെയ്യാനായിട്ട്. അന്താരാഷ്ട്ര 5 സ്റ്റാർ നിലവാരത്തിൽ നിന്ന് തള്ളിമറിച്ച റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡോ അഗസ്റ്റ്യൻ പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലുള്ള ടോയ്ലറ്റാണ്. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര ഇരുട്ട്. ഫ്രണ്ടിൽ മൂത്രമാണെന്ന് പറഞ്ഞു. നല്ല ബാഡ് സ്മെല്ലായിരുന്നു. വെള്ളം കെട്ടിക്കിടക്കുന്നു. ഇതിൽ ചവിട്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു മറ വേണമല്ലോ അങ്ങോട്ട് അകത്തേക്ക് പോയി മൂത്രം വെച്ച്. അതിനകത്തുള്ള ദൃശ്യങ്ങളും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. മൂത്രം തളം കെട്ടി കിടക്കുകയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കളി നടക്കുന്നതിൻ്റെ മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് കളി നടക്കുന്നതിൻ്റെ തലേദിവസം റൂഫിൻ്റെ ചോർച്ച അത് ഭയങ്കര വിവാദമായി കഴിഞ്ഞപ്പോൾ ഇന്നലെ GCD ചെയർമാൻ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിന് പ്രോബ്ലം ഇല്ല, എല്ലാം സോൾവ്. 2010 മുതൽ 19 വരെ ഒരു മെയിൻ്റനൻസും ചെയ്യാതെ സിയാലിലെ ഒരു എഞ്ചിനീയറാണ് ഈ അപകടാവസ്ഥ കണ്ടെത്തിയത്. അവരെ റിപ്പോർട്ട് പ്രകാരം എത്രയും പെട്ടെന്ന് ഈ സാധനം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതിന്മേൽ തന്നെ മിനുക്കുമണികൾ നടത്തി കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുക. കോടികളാണ് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, പൈസ അടിച്ചു മാറ്റുക, പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുക, പൈസ അടച്ചു മാറ്റുക. റൂഫ് ആദ്യം പണിതല്ലോ 2010. അതിനുശേഷം അപകടാവസ്ഥയിലായപ്പോൾ ഇവർ ഇത് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്യും. ഇത് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് ഷീറ്റ് കൊണ്ടുവന്ന് വെൽഡ് ചെയ്ത് പിടിക്കും. ഇപ്പുറത്തുനിന്ന് കുറച്ച് ഷീറ്റ്. ഇത് പ്രോപ്പറായിട്ട് വെള്ളം പോകാനുള്ള ഒരു രേഖകളും ഒരു സംഭവങ്ങളും കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഈ വെള്ളം ലീക്കാവുന്നത്. അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ ലീക്കാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ചന്ദ്രൻപിള്ള, അതായത് GCD ചെയർമാൻ പത്രസമ്മേളനത്തിൽ കൂടി അറിയിച്ചതാണ് ഇവിടെ ഒരു കുഴപ്പമില്ല, വെള്ളമൊന്നും ചോരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിലൂടെ വന്നപ്പോൾ ആ റൂഫിൽ നിന്നുള്ള വെള്ളം
ആ കെട്ടിടത്തിൻ്റെ മുകളിൽ വീണ് താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടി. ഞാൻ വന്ന സമയത്ത് മഴ ഏകദേശം തോർന്നിരുന്നു. ശക്തമായ മഴ പെയ്യുന്ന സമയത്തും ഇതുപോലെ വെള്ളം അകത്തേക്ക് വീഴുന്നതായിട്ട് പലരും വിളിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ അത് പകർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അതിൽ നിന്നും ആ കെട്ടിടത്തിന് മുകളിൽ അവിടെ വീഴാൻ പാടില്ലാത്തതാണ്. ആ വെള്ളം ഇനി താഴേക്ക് ഇറങ്ങി മറ്റ് മുറികളിലേക്കുമൊക്കെ അത് വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം തീ പിടിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ ടിന്നർ, അതുപോലെ പെയിൻറ്റ്, എല്ലാ സാധനങ്ങളും അവിടെ തന്നെ വെച്ചിരിക്കുകയാണ്. അത് ഫയർ ഇവാക്വേഷൻ ഗേറ്റിൽ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെ വലിയ ഗുരുതരമായ വീഴ്ചകളാണ്. കൂടാതെ ഈ ഫയർ ഇവാക്വേഷന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ടായിരുന്നു ഇത്. അത് ഫയർ അസംബ്ലി. അവിടെ എന്തെങ്കിലും ഫയർ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകളെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറ്റണം. പക്ഷേ അതിന് ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾക്ക് വരാൻ പറ്റത്തില്ല. ആ രീതിയിൽ അപ്പുറത്തെ സൈഡും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? ഇത് കുറച്ച് പേർ പറയുന്നത് അത് എക്സിബിഷൻ നടത്തുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. ഈ ഫെൻസിങ്ങിന് സ്ക്വയർ ഫീറ്റിനാണ് കാശ്. അപ്പോൾ ആ വേലി കെട്ടുന്നതിൽ നിന്നും അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനുള്ളൊരു മാർഗ്ഗമായിട്ടും അത് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ അഴിമതിയും വലിയ സുരക്ഷാ വീഴ്ചയുമാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള കലൂർ സ്റ്റേഡിയത്തിലുള്ളതെന്നാണ് മാധ്യമപ്രവർത്തകനായ പോളി വടക്കൻ്റെ കണ്ടെത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ നിയമ നടപടികൾ ആവശ്യമാണ്. കളക്ടർ ഇടപെടണം. ഇല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിന് കൊച്ചി സാക്ഷ്യം വഹിക്കും. കൊച്ചിയിൽ നിന്നും ജസ്വിൻ വർഗീസിനോടൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.